ബഹുമാന്യരായ ശ്രീ തരൂർ MP അവർകളെ ബൈസെന്റനറി ആഘോഷം ഉദ്ഘാടനം ചെയ്യുവാൻ ആദരപൂർവ്വം വിനയത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ റൈറ്റ് റെവറൻഡ് ഡോക്ടർ A.R. ചെല്ലയ്യ തിരുമേനി, മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡോസിയസ് മാർത്തോമ മെട്രോപൊളിറ്റൻ, വലങ്കര മാർത്തോമ സിറിയൻ ചർച്ചിൻ്റെ നേതാവ്, റൈറ്റ് റെവറൻഡ് ഡോക്ടർ പോൾ ആൻ്റണി മുള്ളശ്ശേരി, ബിഷപ്പ് ഓഫ് കൊല്ലം, എൻ്റെ അടുത്ത സുഹൃത്തും പാർലമെൻറ്റിൽ എൻ്റെ ഒപ്പം സഹപ്രവർത്തകനായ നിങ്ങളുടെ പ്രതിനിധി ശ്രീ N.K. പ്രേമചന്ദ്രൻ, മെമ്പർ ഓഫ് പാർലമെൻറ്റ്, റൈറ്റ് റെവറൻഡ് ഡോക്ടർ ഉമ്മൻ ജോർജ്, ബിഷപ്പ് തിരുമേനി, എൻ്റെ സുഹൃത്ത്, അദ്ദേഹത്തെ നിർബന്ധത്തോടെയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് എത്തിയിരിക്കുന്നത്, നിങ്ങളുടെ ഈ ചടങ്ങിൻ്റെ ജനറൽ കൺവീനർ ശ്രീ നിബു ജോൺ വർക്കി, റെവറൻഡ് A. തങ്കച്ചൻ, ശ്രീ ഫിനി ബി ഫിലിപ്പ്, റെവറൻഡ് J. ജയരാജ്, എന്നെപ്പോലെ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ്, ശ്രീ ജോൺ ഡാനിയൽ, വേദിയിരിക്കുന്ന എല്ലാ ബഹുമാന്യരെ, അച്ഛന്മാരെ, LMS അംഗങ്ങളെ, CSI പള്ളിയിലെ അച്ഛന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇത് വലിയൊരു ഓസ്പിഷ്യസ് ഒക്കേഷനിലാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ എത്തിയിരിക്കുന്നത്. ഏത് സ്ഥാപനത്തിനും 200ാമത്തെ ആനിവേഴ്സറി ഒരു ചെറിയ കാര്യമല്ല. പല വെഞ്ചേഴ്സ് ലോകത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. 200 മാസം കൂടി പലതും പയച്ചിട്ടില്ല. അപ്പോൾ ഒരു സൊസൈറ്റിയുടെ കഥ 200 വർഷ ദൂരം ഒരു സ്ഥലത്തിൽ ഉണ്ടായിട്ടുണ്ട്, വളർത്തുന്നുണ്ട്. നമ്മൾ കേൾക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കാനും അതിനെ ആഘോഷിക്കാനും നമ്മളെല്ലാവർക്കും വലിയൊരു ആവശ്യമുണ്ട്. ഞാൻ തിയോളജിയെക്കുറിച്ച് പറയാൻ എനിക്ക് തീരെ ഒരു കപ്പാസിറ്റി, ഒരു അവകാശമില്ല. പക്ഷേ ചരിത്രത്തിൽ ഇൻട്രസ്റ്റ് എടുക്കുന്ന ഒരു വ്യക്തിയായ കാരണം എനിക്ക് അതുമീത് സന്തോഷം തോന്നി. പള്ളിയും നിബുവും എന്നെ നിർബന്ധിച്ചിട്ട് ഈ അവസരത്തിൽ നിങ്ങളോട് സംസാരിക്കാൻ വിളിച്ചപ്പോൾ. കാരണം ചർച്ചിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസ് നമ്മളുടെ രാജ്യത്തിൽ നടത്തത് എനിക്ക് ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് സബ്ജക്റ്റായിട്ട് പണ്ടുകാലം മുതൽക്കേ, എൻ്റെ കുട്ടിക്ക് ചെറുപ്പകാലം മുതൽക്കേ തോന്നിയതാണ്. നമ്മളെല്ലാവരും കേട്ട ടൈം ലൈൻ പ്രകാരം, ശ്രീ തോമസ് ഡേവിഡ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ലൈൻ പ്രകാരം LMS സ്ഥാപിക്കണത് 1795 അതിലും ഒരു ഇൻട്രസ്റ്റിംഗ് കഥയുണ്ട്. ശരിക്കും സ്ഥാപിച്ചത് ലണ്ടൻ മിഷണറി സൊസൈറ്റി ആയിരുന്നില്ല. 1795 മിഷണറി സൊസൈറ്റിയാണ് സ്ഥാപിച്ചത്. കാരണം ഇംഗ്ലണ്ടിലത്തെ പല കോൺഗ്രിഗേഷണലിസ്റ്റ് പാസ്റ്റേഴ്സും കൂടിയിട്ട് ഒരു ചർച്ച ചെയ്യാൻ തുടങ്ങി. എന്തുകൊണ്ട് ബ്രിട്ടൻ ഇന്ത്യയിൽ വന്നിട്ടും ലോകത്തിൽ പല ഭാഗത്ത് പോയിട്ടും ഓരോരോ വിധത്തിൻ്റെ കോമേഴ്സും ട്രേഡ് നടത്തുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തിൻ്റെ സന്ദേശം കൊണ്ടുപോകണില്ല എന്നൊരു ചർച്ച തുടങ്ങി. ആ സമയത്ത് ബ്രിട്ടീഷ് പോളിസി എന്തായിരുന്നു? പണം സമ്പാദിക്കുന്നത്. വിദേശത്ത് പോകുന്നത് അവർക്ക് ഒരൊറ്റ ഉദ്ദേശമായിരുന്നു, എങ്ങനെയാണ് നമ്മൾക്ക് പണം ഇവിടുന്ന് എടുത്തിട്ട് നമ്മുടെ രാജ്യത്ത് കൊണ്ടുവരാം. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഒരു പോളിസി ആയിരുന്നു, മിഷണറീസിനെ ഒന്നും പ്രോത്സാഹനം കൊടുക്കണ്ട, ഡോണ്ട് എൻകറേജ് missionaries, because if you tamper with the religious and social customs of the people, you might create trouble for yourself and impede your money making. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ, നമ്മൾ ഒരു ഓപ്പോസിറ്റ് ഉദാഹരണം വേണമെന്നുണ്ടെങ്കിൽ സ്പാനിഷ് കാത്തലിക്സ് ലാറ്റിൻ അമേരിക്കയ്ക്ക് 16ാമത്തെ നൂറ്റാണ്ടത്തിൽ, ആക്ച്വലി 15ാമത്തെ നൂറ്റാണ്ടിലത്തെ അവസാനത്തെ വർഷങ്ങൾ ക്രിസ്റ്റോഫർ കൊളംബസ് ഒക്കെ പോയപ്പോൾ കപ്പലുകൾ അയച്ചപ്പോൾ ആദ്യത്തെ കപ്പൽ തന്നെ അച്ഛന്മാരുണ്ടായിരുന്നു. അവർ പറഞ്ഞാൽ ദി പേർപ്പസ് ഓഫ് ദ ട്രിപ്പ് ഇറ്റ് സെൽഫ് വാസ് നോട്ട് മിയർലി കമേഴ്ഷ്യൽ കോളനൈസേഷൻ ബട്ട് ഓൾസോ കൺവേർഷൻ. അപ്പോൾ തുടക്കം മുതൽക്കേ സ്പെയിനിൻ്റെ ഉദ്ദേശവും നമ്മൾ ബ്രിട്ടൻ്റെ വഴിക്ക് കണ്ട ബ്രിട്ടീഷ് ഉദ്ദേശത്തിൽ വലിയ വ്യത്യാസം. നെപ്പോളിയൻ എപ്പോഴും ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയും, അവർ ദേ ആർ എ നേഷൻ ഓഫ് ഷോപ്പ് കീപ്പേഴ്സ്. കണക്കും കച്ചവടവും മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ എന്നാണ് ഫ്രഞ്ചുകാർ ബ്രിട്ടീഷുകാരെ കുറിച്ച് പറയുന്ന ആക്ഷേപം. പക്ഷേ കൊളോണിയലിസമിൻ്റെ ചരിത്രം വായിക്കുകയാണെങ്കിൽ ഇതൊരുമാതിരി സത്യമാണ്. സ്പെയിനും പോർച്ചുഗലും വിദേശത്ത് പോകുമ്പോൾ അവരുടെ മതം അവരൊപ്പം കൊണ്ടുപോയി. ബ്രിട്ടീഷുകാർ ആദ്യം വന്നപ്പോൾ 100-200 വർഷത്തിന് ഒരൊറ്റ ബിഷപ്പ് ഇന്ത്യയുടെ ഷോറിലെത്തിയില്ല 1820 മുമ്പ്. അത് ഞാൻ എൻ്റെ പുസ്തകം ആൻ ഇറ ഓഫ് ഡാർക്ക്നെസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രത്യേകിച്ച് ഒരു സർക്കാരിൻ്റെ വഴിക്ക്
മതവിശ്വാസത്തിനെ ഒന്ന് പ്രോപ്പഗേറ്റ് ചെയ്യണമെന്നൊരു ആലോചനയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പല കോൺഗ്രിഗേഷണലിസ്റ്റ് പാസ്റ്റേഴ്സ്, നിങ്ങൾക്കറിയാമല്ലോ കോൺഗ്രിഗേഷണലിസ്റ്റിൻ്റെ പിന്നെ സ്റ്റൈൽ എന്തായിരുന്നു, ഓരോരോ കോൺഗ്രിഗേഷൻ അവർ സ്വന്തം ചേർച്ചിന് നടത്തുന്ന ഒരു ഇതായിരുന്നു. അവർ പറഞ്ഞു നമ്മളിത് ചെയ്യണം, വി ഹാവ് ടു ഗോ ആൻഡ് സ്പ്രെഡ് ദ വേർഡ്. അപ്പം അങ്ങനെ 1790s പല ആർട്ടിക്കിൾസൊക്കെ എഴുതിയ ശേഷം ഒരു 1-2 അച്ഛന്മാരാണ് അത് കൂടിയിട്ട് ആദ്യം 1795 ദ മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചത്. പിന്നെ 3 വർഷം കഴിഞ്ഞിട്ട് അതിന് ദ ലണ്ടൻ മിഷണറി സൊസൈറ്റി ആക്കി. കാര്യം ഒരേ സമയത്ത് പ്രസ്ബിറ്റേറിയൻ പള്ളികളുടെ വേറെ അച്ഛന്മാരെ വേറെ ഒരു മിഷണറി സൊസൈറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൽ LMS-ഉം CMS-ഉം ആദ്യം വേറെ വേറെ വന്നത്. കാരണം ദ ഒറിജിൻസ് വാസ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ്, അത്രേ ഉള്ളൂ. എനിവേ, അപ്പോൾ ആ ടൈം ലൈൻ നോക്കുമ്പോൾ നമ്മൾക്ക് ആദ്യത്തെ പ്രസിദ്ധപ്പെട്ട പേര് ഈ കൊല്ലത്ത് കേൾക്കുന്നത് ദ റെവറൻഡ് വില്യം ടുബായസ് റിംഗിൾടൗബ്. റിംഗിൾടൗബ് എന്ന പേര് തന്നെ ഒരു ജർമ്മൻ പേരാണ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷുകാരനാണ്, പക്ഷേ ജർമ്മൻ ഓറിജിൻ്റെ ഒരു അച്ഛനായിരുന്നു. അദ്ദേഹം തിരുവങ്കൂരിൽ ആദ്യം എത്തിയത് 1806. അപ്പോഴാണ് അദ്ദേഹം കൊല്ലത്തൊക്കെ വരുന്നത്. പക്ഷെ അവിടെ ഇപ്പോൾ ഒന്നും സ്ഥാപിച്ചില്ല. എല്ലാവരും കണ്ട് മനസ്സിലാക്കി എന്തൊക്കെയാണ് ആവശ്യങ്ങൾ. കുറച്ചൊക്കെ സംസാരം കഴിഞ്ഞിട്ടും ഒരു 15 വർഷം കഴിഞ്ഞിട്ടാണ് ശരിക്കും ആദ്യം സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാനും മിഷൻ സൊസൈറ്റി സ്ഥാപിക്കാനും റെവറൻഡ് ജോൺ സ്മിത്ത് എത്തിയത്. ജോൺ സ്മിത്ത് ഒരു LMS-ൻ്റെ ചരിത്രത്തിൽ ഒരു പ്രസിദ്ധപ്പെട്ട പേരാണ്. ഒരേ സമയത്ത് 2 ജോൺ സ്മിത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾ ജോൺ സ്മിത്തെ കുറിച്ച് വായിക്കാൻ നോക്കിയാൽ കൂടുതൽ സാധ്യത വേറെ ഒരു ജോൺ സ്മിത്തെ കുറിച്ച് വായിക്കാനായിരിക്കും. എന്താ കാരണം, വെസ്റ്റ് ഇൻഡീസിലത്തെ അവിടുത്തെ ഈ കാരിബിയൻ പ്ലാന്റേഷൻസിലൊക്കെ സ്ലേവറിയൊക്കെ നടക്കുന്നുണ്ടായിരുന്ന സമയത്ത് അവിടെയും LMS ഒരു റെവറൻഡ് ജോൺ സ്മിത്തിനെ അയച്ചു. അദ്ദേഹം സ്ലേവറിൻ്റെ അന്യായങ്ങളൊക്കെ കണ്ടിട്ട് സ്ലേവ്സിൻ്റെ സൈഡ് എടുത്തു. എന്നിട്ട് ഡെമറാറ എന്ന് പറഞ്ഞൊരു ദ്വീപത്തിൽ ഒരു ഭയങ്കര ഒരു റിബെല്യൻ ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം സ്ലേവ് റെബൽസിനെ പ്രോത്സാഹിപ്പിച്ചു, അവർക്ക് സഹായം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിൽ കൊണ്ടുപോയിട്ടു. ജയിലിൽ അദ്ദേഹത്തിന് മരണപ്പെട്ടു. അത് ഒരേ സമയത്തിലാണ് ആ റെവറൻഡ് ജോൺ സ്മിത്ത്, ദ മാർട്ടർ ഓഫ് ഡെമറാറ, മരിക്കുന്ന സമയത്ത് അദ്ദേഹം LMS അയച്ചതായിരുന്നു. ഒരേ സമയത്ത് ഇവിടെ ഒരു റെവറൻഡ് ജോൺ സ്മിത്ത് കൊല്ലത്തിലെത്തി 1821 ഇവിടെ എത്തി. അദ്ദേഹം എൻ്റെ ഓർമ്മയിൽ 3 വർഷമോ മറ്റേ ഇരുന്നുള്ളൂ കൊല്ലത്തിൽ. വലിയൊരു ദീർഘ ജീവിതമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷേ ആ കാലത്ത് നിങ്ങൾ വിചാരിക്കുന്നത് എത്ര വലിയൊരു കാര്യമായിരുന്നു. നമ്മൾക്ക് ഇന്ന് നിങ്ങളതിനെ സ്വീകരിച്ചപ്പോൾ എനിക്ക് തന്നത് ഈ കമ്മെമറേറ്റീവ് പ്ലേറ്റ് ആണ്. സെലിബ്രേഷൻ ഓഫ് ദ ബൈസെന്റനറി ഓഫ് ദ കൊല്ലം മിഷൻ ഓഫ് ദ ലണ്ടൻ മിഷണറി സൊസൈറ്റി. അതിൻ്റെ അകത്ത് എന്താണ് ഉള്ളത്? ഒരു മെഡൽ, image of the commemorative medal in bronzed white metal for the centenary of the London Missionary Society. അപ്പോൾ 1895 കാസ്റ്റ് ചെയ്ത മെഡലിൻ്റെ ഒരു പടമാണ്. ഈ മെഡൽ എന്താ സിഗ്നിഫിക്കൻസ്? അതിൽ എന്താ കാണുന്നത്? ഒരു കപ്പൽ, ദ മിഷണറി ഷിപ്പ് ദ ഡഫ്. ദ ഡഫിൻ്റെ കഥ അറിയണമെങ്കിൽ ശരിക്കും ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോർ ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾസ് ഓഫ് ദി ഹിസ്റ്ററി ഓഫ് ദ ചർച്ച് ആൻഡ് ദ ചാലഞ്ചസ് ഫേസ് ബൈ ദ ചർച്ച്. കാരണം ചർച്ച് ആദ്യം മിഷണറി സൊസൈറ്റി സ്ഥാപിച്ചിട്ട് വിദേശത്ത് പോകാൻ തീരുമാനിക്കുമ്പോൾ പണം കൂടുതലുണ്ടായിരുന്നില്ല. എല്ലാം കൂടി 2 വലിയ ഡോണേഴ്സിന് 100 പൗണ്ടും 500 പൗണ്ടും കിട്ടിയിട്ടാണ് അവർ എങ്ങനെയാണ് മിഷൻ സ്ഥാപിക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ഭാഗ്യത്തോടും അവർ ഐഡിയലിസം, പ്രാർത്ഥന എല്ലാം വെച്ചിട്ട് അവർ പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് കപ്പൽ വാങ്ങി. അതായിരുന്നു ദ ഡഫ്. അതിനെ സെയിൽ ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് ക്രിസ്ത്യൻ സീ ക്യാപ്റ്റൻ ശമ്പളമില്ലാതെ ഡഫിനെ വിദേശത്ത് കൊണ്ടുപോകാമെന്ന് വാക്ക് തന്നിട്ടാണ് അവർ ഡഫിനെ ഇറക്കിയത്. അപ്പോൾ ഈ ഡഫ് പറഞ്ഞത് ഈ പ്രസിദ്ധപ്പെട്ട കപ്പൽ, ഇതിൻ്റെ കുറേ അഡ്വെഞ്ചേഴ്സും മിസ്അഡ്വെഞ്ചേഴ്സും ഉണ്ടായി. ഇതാണ് ആദ്യം ടഹിറ്റിയിൽ പോയതും സൗത്ത് പസഫിക് ഐലൻഡ്സിൽ പ്രോപ്പഗേഷൻ ചെയ്യാൻ ശ്രമിച്ചതും. അവിടെ ചില വീഴ്ചകളും ചില പരാജയങ്ങളും ഉണ്ടായിരുന്നു. ആദ്യം ഇറക്കിപ്പോയ അച്ഛന്മാരെ അവർക്ക് കുറേ അടിയും പിടിയൊക്കെ കൊണ്ടിട്ട് അവരെ അടുത്ത ഷിപ്പിൽ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. പിന്നെ ഡഫ് ഷിപ്പിനെ തന്നെ ഫ്രഞ്ച് പൈററ്റ്സ്, നിങ്ങൾക്ക് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവില്ല, ഈ ആദ്യ 19ാം നൂറ്റാണ്ട് ആരംഭിക്കുന്ന സമയത്തിൽ ഇംഗ്ലണ്ടും ഫ്രാൻസിൻ്റെ എതിരെ ഭയങ്കര റൈവൽറിയും യുദ്ധങ്ങളും കൂടിയായിരുന്നു. നെപ്പോളിയൻ, വെല്ലിംഗ്ടൺ ഒക്കെ നിങ്ങൾ കേട്ട പേരുകളാണ്. ഫ്രഞ്ച് പൈററ്റ്സ് ഡഫിനെ ക്യാപ്ചർ ചെയ്തിട്ട് ഇംഗ്ലീഷ് മിഷണറീസിനൊക്കെ മോണ്ടിവിഡയോ യൂറുഗ്വായിൽ ഇറക്കി വിട്ടിട്ട് കപ്പലിനെ അവർ വിറ്റു.
അപ്പോൾ ഈ അച്ഛന്മാർ പാവങ്ങൾ അവർ ഉദ്ദേശിക്കാത്തൊരു രാജ്യത്തിലെത്തി, അവിടെ ആരുമില്ല അവരെ നോക്കാനും, കപ്പലിനെ വിറ്റും ചെയ്തു. അതൊക്കെയാണ് സംഭവിച്ചത്. ഈ ഡഫ് കപ്പൽ വിറ്റുപോയി. പക്ഷേ ഇതെല്ലാം സഹിച്ചിട്ടും ഇതെല്ലാം അനുഭവിച്ചിട്ടും ലണ്ടൻ മിഷണറി സൊസൈറ്റി ആത്മാർത്ഥയോടെ അവരുടെ സന്ദേശത്തിന് കൊണ്ടുവരാനും സ്ഥാപിക്കാനും ശ്രമിച്ചു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കൊല്ലത്തിൻ്റെ കഥ നല്ലപോലെ ഈ ഇതിൽ എഴുതിയിട്ടുണ്ട്. 1821 ജോൺ സ്മിത്ത് വന്നു, 3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പോയി, പിന്നെ 1-2 അച്ഛന്മാരും വന്നു. എല്ലാം വെച്ച് പ്രസിദ്ധപ്പെട്ട നേതൃത്വം കൊടുത്ത ഒരു LMSൻ്റെ കൊല്ലത്തിൻ്റെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ദ റൈറ്റ് റെവറൻഡ് ജെയിംസ് ചാൾസ് തോംസൺ, JC തോംസൺ എന്നറിയപ്പെടും. അദ്ദേഹം ആണ് എല്ലാം വെച്ച് ദീർഘസമയം ഏർലി മിഷണറീസിനൊപ്പം അവരുടെ എണ്ണം നോക്കുകയാണ് എല്ലാം വെച്ച് കൂടുതൽ സമയം താമസിച്ചത്. അദ്ദേഹം ആദ്യം ഭാര്യയുടെ ഒപ്പം വന്ന് സ്കൂളുകൾ സ്ഥാപിച്ചു, ഒരു ചേർച്ച് സ്ഥാപിച്ചു. ആദ്യത്തെ ചേർച്ച് കൊല്ലത്തിൽ പ്രസന്റ് ഡേ ക്രൈസ്റ്റ് ചർച്ച് 1837 സ്ഥാപിച്ചത് JC തോംസൺ ആയിരുന്നു. 4 വർഷം കഴിയുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് അസുഖം വന്ന് കുറച്ച് സമയത്ത് അദ്ദേഹം കൊല്ലത്ത് താമസിക്കാതെ കോത്തഗിരിയിലൊക്കെ പോയി ഭാര്യയെ നോക്കാൻ ശ്രമിച്ചു. ഒന്നും നടന്നില്ല. പിന്നെ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പറഞ്ഞയച്ചു. അവിടെ ഇംഗ്ലണ്ട് എത്തിയുണ്ടായിരുന്നു, തിരിച്ചു പോയി. അപ്പോൾ ഈ ബിരീമെൻ്റൊക്കെ സംഭവിച്ച ശേഷം ആൾക്കാർ പറഞ്ഞു, നിങ്ങളും തിരിച്ചു പോകണോ ഇംഗ്ലണ്ടിലേക്ക്? അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ കടമയാണ് ഇവിടെ ഇരിക്കാൻ. എന്നിട്ട് 1850 അദ്ദേഹം കൊല്ലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നിട്ടാണ് അദ്ദേഹം അന്തരിച്ചു പോയത്. അപ്പോൾ JC തോംസൺ, ജെയിംസ് ചാൾസ് തോംസണിൻ്റെ കഥകൾ, അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിച്ചു, ഒരു പ്രസ് സ്ഥാപിച്ചു, അദ്ദേഹം ഒരു ട്രാക്ട് സൊസൈറ്റി പറഞ്ഞാൽ ബിബ്ലിക്കൽ ടെക്സ്റ്റിനെ കുറിച്ച് എഴുതി വിശദീകരിച്ചിട്ട് ആൾക്കാർക്ക് വിതരണം ചെയ്യാനുള്ള ഇതൊക്കെ ചെയ്തു. അങ്ങനെ ചെയ്തിട്ടാണ് JC തോംസൺ എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ബേസിക് ചേർച്ച്. അത് കഴിഞ്ഞിട്ട് നല്ലോണം വളർന്ന റെവറൻഡ് എഡ്മണ്ട്സിൻ്റെ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എൻഡ് ഓഫ് ദ 19th സെഞ്ച്വറി ആകുമ്പോഴേക്കും 19ാം നൂറ്റാണ്ട് അവസാനിപ്പിക്കുമ്പോഴേക്കും ഇത് ഒരു വലിയൊരു ചേർച്ചായി. എങ്ങനെയാണ് നമ്മൾ ഈ ചേർച്ചിനെ കാണേണ്ടത്? ശരിക്ക് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ 19ാം നൂറ്റാണ്ടത്തിൽ പല സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഒരേ സമയത്ത് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ മഹാത്മാ അയ്യങ്കാളി, ദളിത് സമുദായത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ചട്ടാമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, ഇവരെല്ലാവരും 19ാം നൂറ്റാണ്ടത്തിലത്തെ അവസാനത്തിൽ സാമൂഹ്യത്തിന് സംഭവിക്കുന്ന അന്യായങ്ങളെയൊക്കെ മാറ്റാനും ഒരു പുതിയ ചിന്ത സൊസൈറ്റിയിലും സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്തിൽ ശരിക്കും നമ്മൾ CSI പള്ളിയും LMSൻ്റെ പ്രവർത്തനം കാണേണ്ടത് ഇങ്ങനെ ഒരു റെനസോൺസ്, ഒരു റെഫർമേഷൻ തിങ്കിങ്ങിൻ്റെ ഒരു പയനിയറായിട്ടാണ്. കാരണം നേരത്തെ ആദ്യം ആരംഭിച്ച ഇങ്ങനെ ഒരു പ്രവർത്തനമായിരുന്നു LMSൻ്റെ. 1-2 ഉദാഹരണം വേണമെങ്കിൽ, പിന്നെ ആ കാലത്തുണ്ടായിരുന്ന ദളിത് വിഭാഗത്തിനെതിരുള്ള അന്യായങ്ങൾ, റിയലി ടെറബിൾ ഡിസ്ക്രിമിനേഷൻ, അവരെ എത്ര മോശമായിട്ട് പീഡിപ്പിച്ചു, അവരെ അപമാനിച്ചു, അവരെ ഓരോരോ ഇൻഡിഗ്നിറ്റി ചെയ്തു. ശരിക്ക് ഒരു കാലത്തിൽ അവരെ പിന്നെ വിൽക്കാനും മേടിക്കാനും കൂടി സാധിക്കുന്നതായിരുന്ന ഒരു സ്ഥിതിയായിരുന്നു തിരുവങ്കൂറിൽ. അത്രത്തോളം ദയനീയ അവസ്ഥയിൽ പല സബ് കാസ്റ്റൊക്കെ സഹിക്കുമ്പോൾ LMS ആണ് വന്നിട്ട് അവർക്ക് കുറച്ച് ഡിഗ്നിറ്റി കൊടുക്കാനും ശ്രമിച്ചത്. അവരെ പഠിപ്പിക്കാനും സ്കൂളിൽ കയറ്റാനും നിർബന്ധിച്ച സ്കൂളാണ്. LMS ആദ്യത്തെ പള്ളികളൊക്കെ സ്ഥാപിക്കുമ്പോൾ ഭയങ്കര റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ 4-5 പള്ളികൾ, ക്രൈസ്റ്റ് ചർച്ചിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആദ്യം പല ഭാഗത്തിൽ തിരുവനന്തപുരത്തിൽ ഒരു ഷെഡ് പോലെ കെട്ടിയിട്ട് പ്രാർത്ഥനയൊക്കെ ആരംഭിക്കുമ്പോൾ അതിനെ രാത്രി വന്നിട്ട് ആൾക്കാർ കത്തിക്കുകയായിരുന്നു. ഇത് എളുപ്പകാര്യമായിരുന്നില്ല. റിഫോം കൊണ്ടുവരുമ്പോൾ, ഒരു പുതിയ രീതിയിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. നമ്മൾ എല്ലാവർക്കും വരെ രാഷ്ട്രീയക്കാർക്ക് എല്ലാ ദിവസവും അറിയുന്ന ഒരു കാര്യമാണ്. പക്ഷേ സൊസൈറ്റിയുടെ അകത്ത് കേരളത്തിൽ ഇതൊക്കെ സംഭവിക്കുമ്പോൾ അതിൻ്റെ അകത്ത് CSI ഉണ്ടായിരുന്നു. എനിക്ക് നമ്മളുടെ LMS സൊസൈറ്റീൻ്റെ ചരിത്രത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ I think it is very valuable to situate it in the context of the 19th century reform movements that are together known as the Kerala Renaissance, because the contribution of the church and the LMS towards provoking a new form of thinking should not be underestimated. നിങ്ങൾക്കറിയാം ഈ ബ്രസ്റ്റ് ക്ലോത്ത് ആജിറ്റേഷൻ്റെ കഥ. ഇതൊരു 30-35 വർഷം സംഭവിച്ച ഒരു വിവാദമായിരുന്നു. ലോവർ കാസ്റ്റിന് മഹിളകൾക്ക് അവരുടെ അപ്പർ ബോഡിയിൽ ഒരു തുണി വെക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനിറ്റി അഡോപ്റ്റ് ചെയ്ത
ചില ലോവർ കാസ്റ്റ് വ്യക്തികൾക്ക് ക്രിസ്ത്യൻസിൻ്റെ പേരിൽ അവർക്ക് ക്ലോത്ത് ഇടാൻ സമ്മതിച്ചപ്പോൾ ചില റയറ്റ്സ് ഉണ്ടായിരുന്നു. 1823, 1828 ഒക്കെ റയറ്റ്സ് സംഭവിച്ചു തിരുവങ്കൂറിൽ. അവർ ഏത് അവകാശത്തോടാണ് ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ മരിച്ചിട്ടും കൂടിയുണ്ട്. 1859 വരെ ഈ വിവാദം നടന്നുകൊണ്ടിരുന്നു, പല അജിറ്റേഷൻസ്. പക്ഷേ LMS മിഷണറി സൊസൈറ്റി ക്രിസ്ത്യൻസിന് വേണ്ടി മാത്രമല്ല നാടാർ സമുദായത്തിന് മൊത്തത്തിൽ ഇതിനു വേണ്ടി സംസാരിച്ചിട്ടും വലിയ വിഷയമുണ്ടാക്കിയതാണ്. അവസാനത്തിൽ എല്ലാവർക്കും അപ്പർ ബോഡി ക്ലോതിങ് ഇടാനുള്ള അവകാശം 1859 കൊടുത്തുള്ളൂ. അപ്പോൾ there is an example of a social reform issue in which the London Missionary Society, the church, participated as part of its social reform efforts. ചർച്ചിലും പ്രശ്നങ്ങളുണ്ടായിരുന്നു. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് എല്ലാം ഇവിടെ വന്ന ഉടനെ സ്വർഗം പോലെ ആയിരുന്നു. ഒരു ഉദാഹരണമാണെങ്കിൽ ആദ്യം അവർ കൺവേർട്ട് ചിലപ്പോൾ പിന്നെ ഇംഗ്ലീഷൊക്കെ അറിയുന്ന പഠിച്ച ചില അപ്പർ കാസ്റ്റ് വ്യക്തികളെയാണ് ആദ്യം കൺവേർട്ട് ചെയ്തത്. പള്ളി സ്ഥാപിച്ചപ്പോൾ ആ ഒരേ പള്ളിയിൽ അവരും ദളിത് മേഖലയിൽ നിന്ന് വന്ന കോൺവേർട്സിനെ ഒരേ പള്ളിയിൽ കൊണ്ടുവരുമ്പോൾ ചില അപ്പർ കാസ്റ്റ് ക്രിസ്ത്യൻസ് പറഞ്ഞ് ഞങ്ങൾ ഒരേ പള്ളിയിൽ ഇവരെ അംഗീകരിക്കില്ല എന്ന്. അങ്ങനെ ഒരു വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ആ കാലത്തെ കഥകളും ഡോക്യുമെൻസൊക്കെ വായിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ സ്ഥാപിക്കാനൊക്കെ ഭയങ്കര നേരമെടുത്തു. പക്ഷെ ദാറ്റ് എവല്യൂഷൻ ആസ് എ സോഷ്യലി റെസ്പോൺസിബിൾ ഓർഗനൈസേഷൻ ഈസ് വാട്ട് ഫാസിനേറ്റഡ് മീ. ഈ ചരിത്രത്തെക്കുറിച്ചൊക്കെ വായിക്കുമ്പോൾ ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിച്ചില്ല. പക്ഷേ ഒരു കാര്യം കൂടി പറയാനുള്ളത്, 20ാമത്തെ നൂറ്റാണ്ടത്തിൽ നമ്മളുടെ സെക്കൻഡ് സെൻറ്റിനറിയിൽ എന്തൊക്കെയാണ് LMSൻ്റെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം ഒരു യൂണിറ്റി മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു 1908 പിന്നെ ദ ക്രിയേഷൻ ഓഫ് ദ ചർച്ച്, ദി യുണൈറ്റഡ് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ. ആൻഡ് ദെൻ സബ്സിക്വൻ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1947 ഇൻഡിപെൻഡൻസ് വന്ന ഉടനെ 48 ഒരു വലിയൊരു ചർച്ചയുണ്ടായിരുന്നു എന്താ നമ്മളുടെ റോള്. ബിക്കോസ് പലവരും ഒരു ചർച്ചിനെ കൊളോണിയലിസമിൻ്റെ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ കാണാൻ സാധിച്ചു. ഞാനൊരു ഇംഗ്ലീഷുകാരൻ്റെ എഴുതിയ ടെക്സ്റ്റ് ഒന്ന് നിങ്ങൾക്ക് 2 വാചകം വായിച്ചു തരാം. ഇതൊക്കെ ആ കാലത്ത് എഴുതിയ കാര്യങ്ങളാണ്. 1947-48 ദ റെവറൻഡ് ഡെസ്മണ്ട് വാൻ ഡെ വാട്ടർ അദ്ദേഹം എന്ത് പറഞ്ഞു? The London Missionary Society was a pioneering missionary organization, but its approach, understanding and practice were not free from the influences of colonialism, cultural imperialism and paternalism. അപ്പോൾ ഇതായിരുന്നു ഒരു വലിയൊരു ചാലഞ്ച്. വിദേശത്തുനിന്ന് വന്ന ഒരു പള്ളി ഒരു പുതിയ സ്വതന്ത്രം കിട്ടിയ ഒരു ഭാരതത്തിൽ എന്തായിരിക്കും അതിൻ്റെ റോള്? എങ്ങനെയാണ് ഈ പള്ളിയെ കൊളോണിയൽ പ്രോജക്റ്റായിട്ട് കാണാതിരിക്കാനും കൊളോണിയൽ സൈഡിൽ നിന്ന് വന്ന ഒരു സ്ഥാപനമായിട്ട് കാണാതിരിക്കാൻ സാധിക്കും? ആ ചോദ്യം പള്ളി എന്നെ ചോദിച്ചിട്ട് പള്ളിയുടെ അച്ഛന്മാരെന്നെ ചർച്ച ചെയ്തിട്ട് പുതിയൊരു രീതിയിലത്തെ ഒരു പ്രൊപ്പഗേഷൻ കൊണ്ടുവന്നത്. അതാണ് അവസാനത്തെ ഒരു ഡിഫൈനിങ് ചേഞ്ച്. അതിലെന്താണ് ഇപ്പോൾ പള്ളീൻ്റെ എംഫസിസ്? ഇപ്പോൾ ലണ്ടനിൽ നിന്ന് വന്നിട്ട് ഇന്ത്യക്കാർക്ക് പഠിപ്പിക്കുന്ന ഒരു പാഠമോ ഒരു സന്ദേശമോ അല്ല. ഇത് ബ്രിട്ടീഷ് കൊളോണിയലിസം ഒരു മെട്രോപൊളിറ്റൻ സെൻറ്ററിൽ എല്ലാവർക്കും എല്ലാം അറിയാം. അവിടുന്ന് നമ്മൾ ഒരു സൂര്യനെ പോലെ വെളിച്ചം ഈ പാവപ്പെട്ട ഭാരതത്തിന് കൊടുത്തയക്കണോ? അങ്ങനെ ഒരു ആലോചന ഒരിക്കലും ഇനി വേണ്ട എന്നാണ് ചേർച്ച് തീരുമാനിച്ചത്. ചേർച്ച് പറഞ്ഞത് നമ്മുടെ ദൈവത്തിൻ്റെ സന്ദേശം എല്ലാവിടുന്നും എല്ലാവിടേക്കും നമ്മൾ കേൾക്കാം. ഫ്രം എവ്രിവെയർ ടു എവ്രിവെയർ ദ മെസ്സേജ് വിൽ ഗോ. അപ്പോൾ പാർട്ട്ണർഷിപ്പിൻ്റെ ഒരു മെസ്സേജായി മാറി വന്നു. അതാണിപ്പോൾ 20ാമത്തെ നൂറ്റാണ്ടത്തെ ഒരു വലിയൊരു കോൺട്രിബ്യൂഷൻ. ചേർച്ചിൻ്റെ ഹിസ്റ്റോറിക് റോളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ the historic contribution of the church is now in partnership with other churches and with the broader society at large. ഞാൻ ഒരു കാര്യം കൂടി പ്രത്യേകിച്ചെന്ന് പറയാൻ പോകുന്നത്, ഒരു രാഷ്ട്രീയക്കാരനായിട്ട് എനിക്ക് പള്ളിയുടെ പല പ്രവർത്തനങ്ങൾ CSI പള്ളിയുടെയും LMSൻ്റെ പല പ്രവർത്തനങ്ങൾ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ റിലീജിയസ് മിനിസ്ട്രി, റിലീജിയസ് ഡ്യൂട്ടിയെക്കുറിച്ച് പറയാൻ എനിക്ക് അവകാശമില്ല. നിങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് തന്നെ അറിയാം. ദി ഇമ്പോർട്ടൻസ് ഓഫ് ദി മിനിസ്ട്രിങ് ടു ദി സ്പിരിച്വൽ നീഡ്സ് ഓഫ് ദി ചർച്ച് മെമ്പേഴ്സ്. പക്ഷേ സോഷ്യൽ കോൺട്രിബ്യൂഷനെ കുറിച്ച് എനിക്ക് പറയാൻ അവകാശമുണ്ട്. കാരണം ഞാനത് കണ്ടതാണ്, ഞാൻ പങ്കെടുത്തതാണ്. ഞാൻ എത്ര ഹൺഡ്രഡ്സ് ഓഫ് ഫങ്ഷൻസിൽ ഉദ്ഘാടനം ചെയ്തിട്ടും പ്രസംഗിച്ചിട്ടും പങ്കെടുത്തിട്ടും കണ്ടതാണ് നമ്മുടെ ചർച്ചിൻ്റെ ഓരോരോ ആക്ടിവിറ്റീസ്.
അപ്പോൾ LMSും CSI എന്ന് പേര് പറഞ്ഞാൽ ഒരു ചർച്ചാണെങ്കിലും അറ്റ് ദ സെയിം ടൈം സ്കൂളുകളുണ്ട്, ആസ്പത്രികളുണ്ട്, ചാരിറ്റബിൾ സർവീസസ്, എത്രയോ ചാരിറ്റബിൾ സർവീസസിൽ നമുക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് അസിസ്റ്റൻസ് കൊടുക്കുന്നത്. ഇന്നാൾ നമ്മളുടെ സംസ്ഥാന സർക്കാർ കിറ്റ് വിതരണം ചെയ്തപ്പോൾ ചെറിയ ചിരി വന്നു. എത്ര കിറ്റുകൾ നിങ്ങൾ വിതരണം ചെയ്യുന്നതിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പല വിധത്തിലും ജനങ്ങൾക്ക് സഹായം കൊടുക്കുന്നതും ഒരു ചേർച്ചിൻ്റെ സ്പിരിച്വൽ ഡ്യൂട്ടിയുടെ അതീതമായിട്ട് സോഷ്യൽ ചേഞ്ച് കൊണ്ടുവരാനും സൊസൈറ്റിയിലത്തെ ഓരോരോ ബുദ്ധിമുട്ടുകളും എയിൽമെൻറ്റ്സിനെയും അഡ്രസ്സ് ചെയ്തിട്ട് ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കും ഒന്നുമില്ലാത്തവർക്കും സഹായം കൊടുത്തിട്ട് ചേർച്ച് ഇവിടെ ചെയ്ത ഓരോരോ കാര്യത്തിന് ഞാൻ എൻ്റെ ഹംബിൾ താങ്ക്സും അഭിനന്ദനങ്ങളും പറയുന്നു. ഈ കൺവെൻഷൻ സെൻറ്ററിൽ നിങ്ങൾ പല ഫങ്ഷൻസും നടത്തിയിട്ടുണ്ട്. ബൈസെൻറ്റനറി, ഈ 200 വർഷത്തിൻ്റെ റെക്കോർഡിൻ്റെ ഈ ഹിസ്റ്റോറിക്കൽ കോൺട്രിബ്യൂഷനും ഇപ്പോൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്ന ആ സോഷ്യൽ കോൺട്രിബ്യൂഷനും ഒരിക്കലും കൂടി എൻ്റെ ഡീപ്പ് റെസ്പെക്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇനിയും വരാൻ പോകുന്ന അടുത്ത നൂറ്റാണ്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവിധത്തിലും ആശംസകൾ കൂടി പറഞ്ഞിട്ട് മേ ഗോഡ്സ് ബ്ലെസ്സിങ്സ് റിമെയിൻ വിത്ത് യു, എല്ലാ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഈ ബൈസെൻറ്ററി സെലിബ്രേഷനെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. നന്ദി, നമസ്കാരം, ജയ്.